എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഡിപ്ലോമ ഫൈനൽ ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥികൾക്ക് 5ാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള 5028 സബ്ജക്ട് കോഡോട് കൂടിയ ഹൈഡ്രോളിക് മെഷീൻസ് ലാബ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മളിന്ന് ചെയ്തു നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പമ്പുകൾ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പമ്പുകൾ എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ റീജിയനിൽ നിന്ന് ഹൈ പ്രഷർ റീജിയനിലേക്ക് നമ്മൾ ഒരു ഫ്ലൂയിഡിനെ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് പമ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് പമ്പ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റിൽ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടെത്തുകയും വ്യത്യസ്ത ഡിസ്ചാർജിൽ വെച്ചിട്ട് ഈ ഒരു മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടെത്തി അതിന്റെ ആവറേജ് എഫിഷ്യൻസി എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആവശ്യം ഒന്ന് ഇൻപുട്ടാണ്, മറ്റൊന്ന് ഔട്ട്പുട്ട് കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങളാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി എത്രത്തോളം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തു പോയി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു റിസർവോയറിലുള്ള വെള്ളത്തെ ഈ ടാങ്കിലേക്ക് എത്തിക്കുക, അതിന് എന്തൊക്കെ കാര്യങ്ങൾ സ്വാധീനിക്കുന്നു, ആ ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ഔട്ട്പുട്ട് കണ്ടെത്തുന്നത്. ഈ ഒരു ഡാറ്റാസ് നമുക്ക് ഈ അപ്പാരറ്റസിൽ നിന്ന് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് ബാക്കി കാൽക്കുലേഷൻ ബേസിലാണ് നമ്മൾ ഇതിന്റെ എഫിഷ്യൻസി കണ്ടെത്തുന്നത്. അപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. സാധാരണയായി നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളത്തെ ടാങ്കിലേക്ക് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ പമ്പ് തന്നെയാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അതേപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്ന് നമ്മുടെ റിസർവോയറിലേക്കുള്ള ഒരു സക്ഷൻ ലൈനും, അതേപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിന്ന് ടാങ്കിലേക്കുള്ള ഒരു ഡിസ്ചാർജ് ലൈനും കാണാം. ഓക്കെ, ഒരു സക്ഷൻ ലൈനും ഡിസ്ചാർജ് ലൈനും ഉണ്ട്. സക്ഷൻ പ്രഷർ എത്രയാണെന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സക്ഷൻ പ്രഷർ ഗേജും ഡിസ്ചാർജ് പ്രഷർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രഷർ ഗേജും ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. ഡിസ്ചാർജ് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു റെക്ടാങ്കുലർ ടാങ്കിലേക്കാണ്. ഈ ഒരു ടാങ്കിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.6 മീറ്റർ നീളവും 0.4 മീറ്റർ വീതിയും 0.1 മീറ്റർ ഉയരമുള്ള ഒരു ടാങ്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഇത്രയും ഹൈറ്റ് എടുക്കുന്നില്ല, 0.1 മീറ്റർ, അതായത് 10 സെന്റിമീറ്റർ മാത്രമാണ് നമ്മൾ ഇതിന്റെ ഒരു ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഹൈറ്റ്, വെള്ളം റൈസ് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പീസോമീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം ഉണ്ടെന്നുള്ള മെഷർമെന്റിന് വേണ്ടിയിട്ട് ഒരു മീറ്റർ സ്കെയിലും സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എനർജി കൺസംഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു എനർജി മീറ്ററും, ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് ഒരു സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രൈം മൂവർ എന്ന് പറയുന്നത് ഒരു മോട്ടറാണ്, ഇലക്ട്രിക് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് ഏകദേശം 80% എഫിഷ്യൻസി ഉള്ള ഒരു മോട്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ മോട്ടറിന്റെ ഷാഫ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നമ്മളൊരു റൊട്ടേറ്റിംഗ് മെമ്പർ, ഒരു ഇമ്പല്ലർ പ്ലേസ് ചെയ്ത് ഒരു കപ്ലിംഗ് ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ പമ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫലമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഒരു പമ്പിന് ഡ്രൈവ് കൊടുക്കുന്നത് ഒരു മോട്ടറാണ്. ആ മോട്ടറിന് നമ്മൾ എടുക്കുന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് 80% എഫിഷ്യൻസിയാണ്. അതേപോലെ നമുക്ക് കണ്ടെത്തേണ്ടത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടെത്താൻ നമുക്ക് ആദ്യം അറിയേണ്ടത് ഇൻപുട്ട് എന്താണ്, അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള കാര്യങ്ങളാണ്. ഇൻപുട്ട് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി തന്നെയാണ്, എത്രത്തോളം എനർജി കൺസംഷൻ ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണ രീതിയിലുള്ള ഒരു എനർജി മീറ്റർ ഉണ്ട്. എനർജി മീറ്റർ കോൺസ്റ്റന്റ് വാല്യൂ നമുക്കിവിടെ കാണാം, 3200 ഇമ്പൾസ് പെർ കിലോ വാട്ട് അവർ എനർജി മീറ്റർ കോൺസ്റ്റന്റ് ഉള്ള ഒരു എനർജി മീറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഇൻപുട്ട് കാണുന്നതിലേക്കായി നമ്മൾ എനർജി മീറ്ററിൽ ഒരു നിശ്ചിത കൗണ്ടിങ് LED ബ്ലിങ്കിങ്സ് കൗണ്ട് ചെയ്യും. അതിന് എത്ര സമയം വേണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോട്ട് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രൈം മൂവർ ആയിട്ടുള്ള മോട്ടർ, അതിന്റെ എഫിഷ്യൻസി എത്രയെന്നുള്ളതും ഇൻപുട്ടിലേക്ക് കൺസിഡർ ചെയ്യുന്നതാണ്. 20 ഇമ്പൾസിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് നോട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ് കണ്ടെത്തേണ്ടത്. ഔട്ട്പുട്ട് കണ്ടെത്താൻ വേണ്ടത് വെള്ളത്തിന്റെ സർഫസിൽ നിന്നും വെള്ളത്തിനെ എത്ര ഹൈറ്റിലേക്ക് ഉയർത്തണം, പ്രഷർ ഹെഡിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുക. അപ്പോൾ സക്ഷൻ പ്രഷർ നമ്മൾ കണ്ടെത്തണം, അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രഷറും നമ്മൾ കണ്ടെത്തണം. സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് mmHg-യിലാണ്. അതേപോലെ തന്നെ ഡിസ്ചാർജ് പ്രഷർ kg/cm²-ലുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഇതിന് രണ്ടിനെയും ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല, രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഹെഡ് നമ്മുടെ ഒരു ഫാക്ടറാണ് ഔട്ട്പുട്ട് കിട്ടുന്നതിനായിട്ടുള്ള. രണ്ടാമത് മൂവ് ചെയ്യുന്ന ഏതൊരു വസ്തുവാണെങ്കിലും അതിന്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഇതിന്റെ ഒരു ഫാക്ടറാണ്. ഒഴുകുന്ന ഫ്ലൂയിഡ് അതെന്തുമായാലും അതിന്റെ ഡെൻസിറ്റി നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നതിന്റെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൂയിഡിന്റെ, നമ്മുടെ വാട്ടറിന്റെ ഡെൻസിറ്റി എത്രയാണോ അതും നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത് തന്നെയാണ്. ഈ ഔട്ട്പുട്ട് കിട്ടുന്നതിലേക്കായി നമ്മൾ നോക്കുക, ഈ ഒരു പൈപ്പിന്റെ ഡയമീറ്റർ വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. അതിന് പകരം ഇപ്പൊ നിലവിൽ തന്നിരിക്കുന്ന ഈ ഒരു ഡയമീറ്ററിനേക്കാളും ചെറിയൊരു പൈപ്പാണ് ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ചാർജ് കുറയുകയും അതേപോലെ ഔട്ട്പുട്ട് കിട്ടാൻ വൈകുകയും ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പൈപ്പിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നതും നമുക്ക് എന്ത് തന്നെയാണ്,
ഇതിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. അപ്പൊ ഈ ഒരു 4 ഫാക്ടേഴ്സ് ആണ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഒന്ന് വെള്ളത്തിന്റെ ഹെഡ്, 2 എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 3 ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, 4-മതായിട്ട് ആ പൈപ്പിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഡിസ്ചാർജ് കണ്ടെത്തുന്നതിലേക്കായി നമ്മൾ പറഞ്ഞു 0.6 മീറ്റർ നീളവും 0.4 മീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാങ്കുലർ ടാങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ 0.1 മീറ്റർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഹൈറ്റ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഹൈറ്റിൽ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് കൗണ്ട് ചെയ്യണം. അങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തിൽ ആ ടാങ്കിന്റെ ആ ഒരു വോളിയം നിറയാൻ വേണ്ടി വന്ന വെള്ളം എന്ന് പറയുന്നത് ഈ പൈപ്പിന്റെ ഡിസ്ചാർജ് ആണ്. ഈ രീതിയിൽ നമുക്ക് ഡിസ്ചാർജ് എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ഡാറ്റാസ് എന്ന് പറയുന്നത് ഇൻപുട്ട് കാണുന്നതിലേക്കായിട്ട് 20 ഇമ്പൾസിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് എടുക്കണം. അതേപോലെ ഹെഡ് കാണുന്നതിനായിട്ട് സക്ഷൻ പ്രഷർ, അതേപോലെ ഡിസ്ചാർജ് പ്രഷർ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. 3-മതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ റേസ് ആവാൻ അല്ലെങ്കിൽ 0.1 മീറ്റർ നിറയാൻ എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ള കാര്യങ്ങളും കണ്ടെത്തണം. പമ്പ് ഓൺ ചെയ്യുന്നതിന് മുമ്പായി റിസർവോയറിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലേ എന്നുള്ളതും പ്രൈമിംഗ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുകയും എല്ലാ വാൽവുകളും ക്ലോസ്ഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പമ്പിന്റെ പവർ സപ്ലൈ ബട്ടൺ ഓൺ ചെയ്യുക. ഡിസ്ചാർജ് വാൽവ് പൂർണ്ണമായും ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഇൻപുട്ട് കാണുന്നതിന് വേണ്ടി എനർജി മീറ്ററിൽ 20 ഇമ്പൾസിന് എത്ര സെക്കൻഡ് സമയം ആവശ്യമാണെന്നുള്ളത് ഒരു സ്റ്റോപ്പ് വാച്ചിന്റെ സഹായത്തോടു കൂടി നോട്ട് ചെയ്യണം. സക്ഷൻ പ്രഷർ വാക്വം ഗേജിൽ നിന്നും ഡിസ്ചാർജ് പ്രഷർ ഗേജിൽ നിന്നും നോട്ട് ചെയ്തെടുക്കുക. കളക്റ്റിംഗ് ടാങ്കിന്റെ ഡിസ്ചാർജ് വാൽവ് പൂർണ്ണമായും ക്ലോസ് ചെയ്ത് ടാങ്കിൽ വെള്ളം നിറയാനായിട്ട് അനുവദിക്കുക. ഏതെങ്കിലും 10 സെന്റിമീറ്റർ നിറയുന്നതിന് എത്ര സെക്കൻഡ് സമയം ആവശ്യമാണെന്നുള്ള സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് നോട്ട് ചെയ്യുക. വ്യത്യസ്ത ഡിസ്ചാർജിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് എഫിഷ്യൻസി എത്രയാണെന്ന് കണ്ടെത്തുക.